ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ബാക്കിൽ ഫുൾ മരത്തിൻ്റെ മില്ല് നീർന്നിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ കുറേ വിറകിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരുപാട് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആയി മഴയത്ത് അതിങ്ങനെ പോകുന്നത്. അപ്പോൾ ഷെഡിലേക്ക് എടുത്ത് വെക്കാണ്ടിട്ട് പോകുന്നതാണ്. ഇതാണ് നമ്മൾ അരിനെല്ലിക്കൻ്റെ മരം. അരിനെല്ലിക്ക മീൻസ് നമ്മളെ നാട്ടിൽ ബോംബെ നെല്ലിക്ക എന്നൊക്കെ പറയും. അത് ഇപ്രാവശ്യം ഭയങ്കര കുറവ്. കഴിഞ്ഞ പ്രാവശ്യം കുറേ കിട്ടിയിട്ടുണ്ട്. തിന്ന് വെടിഞ്ഞ് ഇയാളെ ഒരു കുസൃതി ഒപ്പിക്കാൻ വേണ്ടി വരുന്നു. ഇയാൾ എങ്ങനെയാണ് ചില സമയത്ത് ഇയാൾക്ക് ഓരോ മൈൻഡാണ്. അങ്ങനെ നമ്മളിതാ പോകുന്നു. അങ്ങനെ അപ്പോൾ ഇത് വാഴ ഇങ്ങനെ താഴെ വീണിട്ട് കിടക്കുന്നുണ്ട്. അജിത്ത് അതെടുത്ത് നോക്കുന്നുണ്ട്. അതിലൊരു ചെറിയൊരു കായിൻ്റെ കൊലേതാ ഫുള്ളായിട്ടില്ല, പിടിച്ചിട്ട് താഴേക്ക് വീണിട്ടുണ്ട്. പക്ഷേ കുറച്ച് നാൾ കിട്ടിയെങ്കിൽ തിന്നറായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വിറകിൻ്റെ എല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇവിടെയാണ് ഈ കൂട്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് മൊത്തം വിറക്. ഇതെടുത്തിട്ട് വേണം അപ്പുറത്തെ ഷെഡിൽ കൊണ്ടുപോയിട്ട് ഇടാൻ. ഒരുപാട് പണി, ഇന്ന് കുറേ പണി ഉണ്ടായിരുന്നു നമ്മളെടുത്ത്. പക്ഷെ അതൊക്കെ ഒന്ന് ലീവ് എടുത്തിട്ട് ഈവനിങ് ഇതിന് തന്നെ ആയിട്ട് മാറ്റി വെച്ച് വന്നതാണ്. ഒരു ബംഗാളീനെ വെക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ബംഗാളീനെ ഇവിടെ കിട്ടാനില്ല. കാരണം അവിടെ ഒരുപാട് സൗകര്യങ്ങൾ ആക്കി കൊടുത്തത് കൊണ്ട് ബംഗാളികളൊന്നും നാട്ടിൽ കിട്ടാനില്ല. സുഹൃത്തുക്കളെ കിട്ടാനില്ല. നിങ്ങളുടെ നാട്ടിൽ കിട്ടാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട്. നമ്മളെ നാട്ടിൽ തന്നെ കിട്ടാനില്ല. ബംഗാളികളൊന്നും ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ വരെ നാട്ടിലേക്ക് വരുന്നില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലടക്കം കാണുന്നത്. ചിലപ്പോൾ അതന്നെ ആയിരിക്കും സംഭവം. അവിടെ ഫുള്ള് ഫ്രീ അല്ലേ, എന്തൊക്കെയോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് സർക്കാർ. അത് എത്ര നാളുണ്ടാവുമെന്ന് പഠിച്ചോന്നറിയാം. അപ്പോൾ ഓക്കെ, അതവിടെ അവരുടെ കാര്യം, അത് ആഭ്യന്തരമായിട്ടുള്ള കാര്യം. നമുക്ക് നമ്മളെ കാര്യം നോക്കാം. അപ്പോൾ അങ്ങനെ വിറകെല്ലാം എടുക്കുന്നത് എല്ലാവർക്കും പേടിയാണ്. കാരണം ഇവിടെ മിനിയാന്നൊരു മൂർഖൻ കുഞ്ഞി ഉണ്ടായിരുന്നു. മൂർഖന് തല പൊക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിറകിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ അളിയന് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അജിതാക്ക് പിന്നെ നല്ല പേടിയുള്ള ചങ്ങയാണ്. പിന്നെ ഞാൻ മാങ്ങ വന്ന് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാവിലെ മാങ്ങേൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് നിൽക്കുക. മരമാണെങ്കിൽ പേടിച്ചോ. ഇവളെ എപ്പോഴും വരുമ്പോൾ മരത്തിന് ഭയങ്കര എന്താ പറയുക, ഇവളെ കാണുമ്പോൾ കരിയും തോന്നുന്നു. കാരണം മാങ്ങ വീഴാൻ വേണ്ടി കാത്തിക്കും അതിൻ്റെ അടിയിൽ പോയിട്ട് പറക്കാൻ. അപ്പോൾ ആടെ ഒരു പാമ്പിനെ കണ്ടിന് പിന്നെ ഞാൻ. മൂർഖൻ ഇങ്ങനെ തല പത്തിയല പൊന്തിച്ച് നിന്നിട്ട്. അപ്പോൾ അതിനെ ഭയങ്കര പേടിച്ചിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് ഒരാഴ്ച പോയിട്ടില്ല. അപ്പോൾ മെല്ലെ കീഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കുന്നു, സെറ്റാക്കുന്നത്, അവിടെ കൊണ്ടുവെക്കണ്ടേന്ന്. എന്നിട്ട് ആൾ നല്ല ധൈര്യത്തോടെ നമ്മളെ ഇത് പറക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. പറക്കാനല്ല, പറക്കിയെടുത്ത് അപ്പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ. ഓക്കെ, അളിയനാടെ നല്ല സെറ്റാക്കി, സ്ഥലമൊക്കെ സെറ്റാക്കി. അതിൻ്റെ എന്താ പറയണ്ടേ, ഫുള്ള് ഒന്ന് അടിത്തറയെല്ലാം വെക്കണമല്ലോ. ഒരു കല്ലിൻ്റെ മുകളിൽ 4 വിറക് ചുറ്റുമാക്കിയിട്ട് വെക്കണം. എന്നിട്ട് വീടൊരു കായ്, അത് കായല്ലേ കാണുന്നത്? അതെ, ഇതും പൊളിഞ്ഞിട്ട് വീണോ? എന്തുവാടെ ഇതൊന്നും നമുക്ക് ഭാഗ്യമല്ല ഉണ്ണി തിന്നാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതാ അതിൻ്റെ വർക്ക് എടുക്കുകയാണ്. ഞാൻ ഈ ക്യാമറ അധിക സമയം കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ എൻ്റെ വർക്ക് എടുക്കില്ല. എന്നിരുന്നാലും പറ്റുന്ന പോലൊക്കെ പകുതി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ വീഡിയോ. എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ ഇടേണ്ട, എന്തെങ്കിലല്ലേ വരുമാനം വരും. വരുമാനം കിട്ടിയിട്ട് വേണം എനിക്ക് വലിയ കാർ വാങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാറല്ല, ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ. എനിക്ക് കാറൊന്നും വേണ്ട. കുറച്ച് പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് കുറച്ച് ടൂറെല്ലാം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് വിട്. കാർ ഇഷ്ടംപോലെ ഉണ്ട്, ആരിലൊക്കെയോ കയ്യിൽ. ഓക്കെ, അത് വിട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഒരു സ്ഥലം. നല്ല രസമല്ലേ, പച്ചപ്പോടെയുള്ള കുറേ മരങ്ങളും പ്ലാവ്, ചക്ക, മാങ്ങ, തേങ്ങ എല്ലാം ഉണ്ട്. ഇവിടെ കുറേ വിറക് വേറെയുണ്ട് കേട്ടോ. അതിപ്പോൾ തൊടുന്നില്ല. തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വല്ല മൂർഖനൊക്കെ വരും ഇറങ്ങിയിട്ട്. നമുക്ക് ഇന്നലെ പറഞ്ഞ പാമ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. അതിൻ്റെ ഭാഗത്ത് പോലെ അയ്യോ പോവേയില്ല. ഇതെന്ത് സാധനം? ഇതുവരെ ഇവിടെ തേങ്ങൻ്റെ തേങ്ങൻ്റെ ഇതല്ലേ, വെളിച്ചിങ്ങ. നിങ്ങളുടെ നാട്ടിലെന്ത് ഇപ്പോൾ പറയല്ലേ? നമ്മുടെ നാട്ടിൽ വെളിച്ചിങ്ങ അറിയും. അപ്പോൾ അങ്ങനത്തെ എല്ലാ കഥ. അപ്പം നമ്മളിത് നോക്കിക്കൊണ്ട് കണ്ടിട്ടാ. ഇവളൊക്കെ എന്താ ദേഷ്യം വരുന്നത് വന്നിട്ട് എടുക്കുന്ന പറയുന്നത്. ക്യാമറയിൽ വീഡിയോ എടുക്കാണ്ട് ആൾ ടെററാണ്. ചില സമയത്ത് ടെറർ എന്ന് പറഞ്ഞാൽ ടെറർ പേടിച്ചിട്ട് എത്ര ലോങ് അറിയാം നിൽക്കുന്നത്. പാമ്പാമട്ട് കാലിൻ്റെ ഉള്ളിലേ വന്നു കഴിഞ്ഞാലോ പേടിയല്ലേ. പാമ്പിനെ ഭയങ്കര പേടിയാണ്. അയാൾക്ക് മാത്രം കുറച്ച് പാമ്പ് എത്ര വലിയ പേടിയൊന്നുമില്ല. ആടെ നിന്ന് ആരെത്തി നോക്കുന്നത്. ഒരു കോളി വന്ന് ഒരു സാധനം ഓർഡറാക്കിന്. ഈ ചങ്ങായി ആണെങ്കിൽ ക്യാമറയുടെ മുമ്പിലേ നിൽക്കാത്ത ചങ്ങായിയാണ്. ഒരു ഫ്ലിപ്കാർട്ടിൽ ഒരു സാധനം വന്നിട്ടുണ്ട് എനിക്ക്. എന്ത് സാധനം വെച്ചാൽ കുറേ സാധനം ഞാൻ ഓർഡറാക്കിയിട്ടുണ്ട്. ഇതിലേത് സാധനമൊന്നും എനിക്ക് ഇപ്പോഴും അറിയില്ല. എനിക്കിപ്പോൾ പൊട്ടിച്ച് നോക്കണം. കുറേ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ വെറുതെ കുത്തി കുറിക്കുന്നേ ഉള്ളൂ. എന്തെന്നല്ല, ആവശ്യമുള്ളത് അനാവശ്യമുള്ളതെല്ലാം വർക്കിട്ട് എടുക്കും. അയാൾ തന്ന് ഞാനത് വാങ്ങി. ഇനിയിപ്പോൾ ഇത് എന്താണെന്ന് പൊട്ടിച്ച് നോക്കാണ്ട് ഒരു സമാധാനമില്ലല്ലോ. ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ നമുക്ക്. അതിൻ്റെ ഇടയിൽ ചങ്ങായി ബാക്കിൽ തന്നെ വന്ന് കൊടുക്കുന്നുണ്ട്. ഫോൺ കൊടുക്കണം പറഞ്ഞിട്ട് ഫോൺ എടുക്കാമെന്ന്. വീഡിയോ വേണ്ട, ഞാനും എടുത്തോളൂ, ട്രൈപോഡ് ഉണ്ടല്ലോ, പിന്നെന്താ വീഡിയോ എടുക്കുന്നതിന്. അങ്ങനെ ഇത് പൊട്ടിച്ച് നോക്കുകയാണ്. ഭയങ്കര പവറിലും തോന്നുന്നു. പാക്കിംഗ് അല്ല, കട്ടാക്കാനും പറ്റുന്നില്ല, എടുക്കാനും പറ്റുന്നില്ല. എന്ത് കോപ്പ് ഇത്?
ഏഡർ ഇത് തുടങ്ങേണ്ടത്. ഒരു കഷ്ണം കിട്ടിയേ. അത് പോയാ, അത് പോയിടേ, അത് പോയി. ഇത് ഏഡർ ഉള്ളത് എന്ത് കെട്ടല്ലടാ ഇത് കെട്ടീനപ്പോൾ അനങ്ങുന്നില്ലല്ലോ. ഫോൺ എടുക്കുക വലിക്കല്ലടാ, അനക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതാണെന്നില്ലേ എന്ന് പറഞ്ഞവനോട്. അങ്ങനെ ചങ്ങായിടെ തന്ന്. ഇത് ഓപ്പൺ ആക്കാനും പറ്റുന്നില്ല എന്ന് വെച്ചാൽ എന്തൊരു എല്ലാ പകുതിക്ക് വേണ്ടിയിട്ട് കട്ടാകുന്നല്ലോ ഉള്ളത്. അവസാനം കിട്ടിയേ. കിട്ടി, ഇല്ല പോയി. എന്തോ ഒരു കഷ്ടപ്പാട്ടിട്ട് ഒരു ഇത് പാക്കിങ് തുറക്കാൻ വേണ്ടിയിട്ട് കത്തി ഉണ്ടായിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു. ഇപ്പോൾ ഉള്ളിൽ കയറാൻ മടിയായിരുന്നു. നോക്കട്ടെ, സമാധാനമില്ല ഇപ്പോൾ എന്നെ പൊട്ടിച്ച് നോക്കാതെ. ഇളകി മക്കളെ ഇളകി. എന്താണോ അപ്പോൾ സംഭവം? ഭയങ്കരത്തിൽ കുലുങ്ങുന്നു. ഇതിൻ്റെ ഉള്ളിലൊരു പെട്ടീൻ്റെ ഉള്ളിലൊരു പെട്ടിയോ? അതേത് പെട്ടി? സ്പീക്കറാ, ഇതായിരുന്നാ വന്നത്. ഇത് കമ്പ്യൂട്ടറിൻ്റെ സ്പീക്കർ പോയിട്ടുണ്ട് ചങ്ങായിമാരെ ഷോപ്പിൽ. അപ്പോൾ അതിനൊന്ന് വെക്കാൻ വേണ്ടിയിട്ട്, അത് കമ്പ്യൂട്ടറിൽ ഒരു പാട്ടെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു ഗുമ്മല്ല ഷോപ്പിൽ കസ്റ്റമറൊക്കെ വരുമ്പോൾ ഒരു ഗുമ്മിന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. നല്ല പാക്കിംഗ് ആണ്. സിബ്രോണിക്സിൻ്റെ ആണ് തോന്നുന്നു. അതെ നല്ല ലൈറ്റെല്ലാം കത്തുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 തരം ലൈറ്റെല്ലാം കത്തുന്ന RGB കളർ. നോക്കണം, കുത്തി വെക്കാൻ വയ്യ. ഇപ്പം അതിന് സമയമില്ല. ഇതിൽ എന്നെ മടക്കി വെക്കാണ് ഗൈസ്. നോക്കി നോക്കട്ടെ. ഇത് ഫോണിൽ കണക്റ്റ് ആക്കാൻ പറ്റുമോപ്പാ? അറിയില്ല. ഓക്കെ, അത് വിട്. അപ്പോൾ ഇവിടെ ഒരാൾ കാര്യമായിട്ട് പണിയെടുക്കുന്നുണ്ട്. ചൊടിയാണ്. ഞാൻ ഹെൽപ്പിങ്ങിന് കൂടാത്തതുകൊണ്ട് ചൊടി. അളിയന് ഇതാ ഈ ചങ്ങ ഇതെന്തിരാ, ഇയാളെന്തിരാ, ഓൻ്റെ കഥ എന്ത്, ഒരു പണിക്കും കൂടിയില്ല. ഭയങ്കര മടിയനാണ്. ഫുൾ ടൈം ഫോണിൽ കളിയാണ്. ഫോണിൽ എന്ന് പറഞ്ഞാൽ എന്ത് കളി, ക്യാമറ മുമ്പിൽ നിൽക്കില്ല. അങ്ങനെ അത് മറിഞ്ഞ് ഇതാക്കിയിട്ട് നിൽക്കുന്നത്. ഇതെന്തിൻ്റെ തൈ എന്ന് കമൻറ്റ് ചെയ്യുമോ? ഇതെന്താണ് ഇപ്പോൾ ഇത്? എവിടെയോ കണ്ട് പരിചയമുള്ള തൈ. എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് മഞ്ഞ ചപ്പലല്ലേ? അതെ, മഞ്ഞ ചപ്പലിൻ്റെ അത് തന്നെ തോന്നുന്നു. ഇത് വലിയ കുഴി എടുത്തിട്ടുണ്ട്. ഫുള്ള് വേസ്റ്റ്, അടക്കൻ്റെ വേസ്റ്റൊക്കെ ചാടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പണിയോടെ പണിക്കുക. അപ്പോൾ ഇന്ന് വെയിൽ കുറവിട്ടാ. നല്ല ഫുള്ള് കുരുമുളക് തൈ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയുണ്ടില്ല. കുരുമുളക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എല്ലാം ഉതിർന്ന് പോയി. ആരും പറക്കാനില്ലല്ലോ. അങ്ങനെ പണി തുടങ്ങി. ഏകദേശം ഒരു ഹാഫ് ആവാറായി പണി. ഈ ചങ്ങായി ഒരു ഹെൽപ്പിങ്ങിന് കൂട്ടില്ല. ഇയാളല്ല കേട്ടാ, അപ്പുറത്തുള്ളൊരു ചങ്ങായില്ലേ ഈ ചങ്ങായി. ഇയാൾ നല്ല ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി. ഇതാ ഈ ഒളിച്ച് നിൽക്കാനേ അറിയും. ഒന്നിനും ഒരു ഉപകാരം ഇല്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ഒന്ന് കേട്ടാൽ ചിലപ്പോൾ എടുക്കുന്ന പണി അവരെടുക്കാതിരിക്കും. നല്ല ഉപകാരമുള്ള ചങ്ങായിട്ടാണ്. നല്ല അടിപൊളിയാണ്. ഓക്കെ, അങ്ങനെ അതൊക്കെ വിട്. നമുക്ക് എന്താക്കാം, നമ്മളെ പണി ഫോക്കസ് ചെയ്യാം. അപ്പോൾ വരും. ഇതെന്താ സാധനം? ഇതെന്താ എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ. എന്താ ഇത്? തേങ്ങൻ്റെ തൈ അല്ലല്ല, സോറി. ഇതെന്താ ഇത്? എന്താണെന്നറിയില്ല. അതേപോലത്തെ ഒരു തൈ ഇത് കാണുന്നത്. ഇതെന്താ സംഭവം? നല്ല കാണാൻ നല്ല രസമുണ്ട്. എന്താന്തോ അതൊക്കെ അതിൻ്റേതായ വഴിക്ക് വളർന്ന് വരുമ്പോൾ കാണാം. പ്ലാവുണ്ട്, മാവുണ്ട്, കിഴങ്ങുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് എടുക്കുകയാണ്. വെറുതെ ഒരു വീഡിയോ കുറച്ച് ക്ലാരിറ്റിയൊക്കെ കിട്ടണ്ടേ, പച്ചപ്പെല്ലാം കാണണ്ടേ. പച്ചപ്പ് കാണേണ്ട ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, തെങ്ങ്, മാവ്, പ്ലാവ്, കഴുങ്ങ്, തേക്ക് എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. പണിയോടെ അവിടെ എന്തോ ഒരു സാധനം കാണണ്ടല്ലോ. എന്താ അത്? അതെന്താ, പപ്പായ അല്ലേ ആ ഇടയിൽ കാണുന്നുള്ളത്? അതേതാ പപ്പായ? അപ്പോൾ ഇന്ന് കടിച്ച് തിന്നാനുള്ള സംഭവമായി. അപ്പോൾ പപ്പായ പറിക്കുകയാണ് ഗൈസ്. അങ്ങനെ എന്നെ കണ്ട, ഞാൻ ഫുള്ള് വേർത്ത് കുളിച്ചിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ കണ്ട ഫുള്ള് പരങ്ങിയിരിക്കുകയാണ്. ഞാനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പണിയെടുത്തത്. റബ്ബ, എനിക്ക് കഴിയുന്നില്ല. പണിയെടുത്ത് അങ്ങനെ ഞാൻ ക്യാമറ കൈമാറിയിട്ട് അങ്ങനെ പറക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ അളിയൻ്റെ ഓരോ കുസൃതികൾ. ഇയാളാണ് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് കുലുക്കാൻ നിൽക്കുന്നുണ്ട് ഭയങ്കരത്തിൽ ഞാനവിടെ പറക്കുന്ന സമയത്ത്. അതാ അങ്ങനെ നമ്മളെ പപ്പായ കിട്ടി ഗൈസ്. ഞാൻ ആ മരക്കഷ്ണം എടുത്ത് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അയാൾ കുലുക്കിയിട്ട് 2 ഇട്ട്. അപ്പോൾ ഞാൻ ആ വാശിയിൽ ഞാനും 2 ഇട്ട്. അങ്ങനെ ഒരു പൊഴുത്തൊന്നും പൊഴുക്കാത്തൊക്കെ ഞാൻ പറിച്ചെടുത്ത്. അങ്ങനെ ഇതാണ് കേട്ടോ പപ്പായ. എന്തായാലും തിന്നാനുള്ളൊരു വകയായി. പണിയെടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ എന്തൊക്കെ തിന്നാൻ വേണമല്ലോ. ഫുള്ള് ഒരാൾ കാട്ടിൻ്റെ ഉള്ളിലെല്ലാം അപ്പുറത്തെ വളപ്പിലെല്ലാം കഴിഞ്ഞിട്ട് പറക്കിയിട്ട് വരുന്നുണ്ട്. അപ്പുറത്തെ വളപ്പിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോവാണ്. നമ്മളിത് ഇപ്പം മുറിക്കാൻ കഴിയില്ല. കാരണം പണീൻ്റെ ഇടയിൽ നിന്ന് അത് കണ്ടിട്ട് എല്ലാവരും കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ ഫുൾ എടുക്കുന്ന ആൾക്ക് ഉറുമ്പുണ്ട്. അപ്പോൾ ഉറുമ്പുണ്ടെങ്കിൽ എന്തായാലും പാമ്പ് ഉണ്ടാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. പണ്ടാരോ ചൊല്ലലുണ്ട് ഉറുമ്പിൻ്റെ അടുത്ത് പാമ്പ് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ എന്നെക്കൊണ്ട് പണിയെടുപ്പിച്ച് ഗൈസ്. അങ്ങനെ എന്നെക്കൊണ്ട് ഞാനിവിടെ വേറെ എന്തെല്ലോ പണിയിലുണ്ടായിരുന്നു. എന്നെക്കൊണ്ടും പണിയെടുപ്പിച്ചത് ക്യാമറമാനോട് ഫുള്ള് ക്യാമറ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അളിയൻ
ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നത്, എന്തിനോ പെട്ടെന്ന് എടുത്തിട്ടുണ്ടോ എന്നൊക്കെയാണ് അയാളുടെ വർത്താനം. അങ്ങനത്തെ ഇതൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി, എടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്താറായി ഗൈസ്. പണിയെല്ലാം എന്താ ഫുള്ള് നിറച്ച് ഫില്ലാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അത്ര ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്നാണ് നമ്മളിതൊക്കെ പറക്കിയെടുക്കുന്നത്. അതുകൊണ്ട് അത്ര വനയില്ല, മടി തന്നെ. അപ്പോൾ ഇയാളിവിടെ പറക്കി ചവിട്ടി എടുത്തിടുന്നുണ്ട്. ലോങ് നിന്നിട്ടാണ് ഇയാൾ ഭയങ്കര പേടിയുള്ളതായിട്ടാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. ഇയാൾക്ക് അത്ര പേടിയൊന്നുമില്ല കേട്ടോ. ഇയാൾക്ക് പേടിയേ ഇല്ല. പാമ്പിനെല്ലാം ഏണി വെച്ചിട്ട് പിടിച്ചിട്ട് കൊണ്ടുവരുന്ന ആളാണ് ഇയാളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെല്ലാം ലോങ്ങെന്ന് കണ്ടെങ്കിൽ ആടെ പോയിട്ട് അതിൻ്റെ മാളത്തിൽ പോയിട്ട് തള്ളുന്ന ഒരാളാണ് ഇയാൾ. പിന്നെ ആരോ പണ്ട് എന്തോ പറഞ്ഞു അങ്ങനെ ഒന്ന് കൊല്ലാൻ പാടില്ല അങ്ങനെ സംഭവം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങനെ ഒതുങ്ങി വരുന്ന ആളാണ് ഇയാൾ. കാരണം ഇയാൾക്ക് ചില കുട്ടികളുണ്ടല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം വരണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇയാളൊന്നും അങ്ങനെ ഏകദേശം അങ്ങോട്ട് പോകല്ല. അതാണ്ട വേർത്തൊലിക്കുകയാണ് ഗൈസ്. അത്രയും പണിയെടുത്ത്, ഇത് വെള്ളമല്ലാട്ടാ, ശരിക്കുള്ള വേർപ്പാട്ടാ. അത്രയും പണിയെടുത്തിട്ട് ഞാൻ ചത്ത് ഗൈസ്, ചത്ത്. എന്ത് പണിയോടെ പണിയായിരുന്നു ഇന്ന് മൊത്തം. ഫുൾ വർക്ക് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു ഷോപ്പിലൊക്കെ. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സ്വന്തം വീട്ടിൻ്റെ എല്ലാം ഒരു പണി കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് വന്നത്. ഷോപ്പിൽ ആൾക്കാരുണ്ട്, എന്നിരുന്നാലും നമ്മൾ പോകേണ്ടടുത്ത് നമ്മൾ തന്നെ പോകണമല്ലോ. വൈകുന്നേരം ഒരു 3 മണി വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സമയം ഏകദേശം 4 മണി കഴിഞ്ഞു. അപ്പോൾ ആ സമയം വരെ നമ്മളവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ ഏൽപ്പിച്ചിട്ട് നമ്മളിങ്ങോട്ട് വന്നതാണ്. ഈ പണിയൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ പോകും. അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടുത്തെ ഏകദേശം പണിയൊക്കെ കയ്യാറായി ഗൈസ്. നമ്മളൊരു പുതിയൊരു പ്ലാനിങ്ങും പദ്ധതിയിലൊക്കെ ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നുണ്ടായത്. ഫുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യണം ഏതൊക്കെ ചെയ്യണം വിചാരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് മീറ്റിങ്ങിൻ്റെ ഇടയിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. കാരണം നമ്മൾക്ക് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു വാർത്ത കണ്ടു, ഗ്യാസ് ഇല്ല, സ്വർണം വാങ്ങാൻ പറ്റില്ല ഒരു കൊല്ലത്തേക്ക്, പെട്രോളില്ല, എന്തൊക്കെയോ പറഞ്ഞു. അങ്ങനെ ഇതിന് പെട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ നിന്നും നമ്മൾ കീഞ്ഞ് പാഞ്ഞിട്ട് ഇവിടെ ഫുള്ള് പണിയെടുക്കാൻ വിചാരിച്ച് വന്നത്. വിറകെല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെച്ചാൽ കഞ്ഞിങ്ങ് കുടിക്കണ്ടേ, പണിയില്ലാന്നുണ്ടെങ്കിൽ കഞ്ഞിയും കുടിച്ച് ജീവിക്കണ്ടേ വിചാരിച്ചിട്ട്. ഷോപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊരു അടുപ്പിട്ടിട്ടും കത്തിക്കാമല്ലോ, ഗ്യാസ് ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു പണിയിലേക്കായിട്ട് വന്നത്. അല്ലാതെ ആരുടെ മൈൻഡായത് കാണുന്നില്ല നിങ്ങൾ, വേറെ എത്ര മാസമായി. അങ്ങനെ ഞാൻ ചായക്ക് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വന്നു. സാധാരണ നമ്മളെ വീട്ടിൽ ചായക്ക് ഒരു സാധനം നമ്മൾ വാങ്ങാറില്ല, ചായ വരെ കുടിക്കാറില്ല, കുറവാണ് കുടിക്കുന്നത്. കാരണം ആരോഗ്യമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിച്ചിട്ട് വെൽനെസ്സിൽ ചായ കുടിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചായ കുടിയെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു, ബേക്കറി ചായ കുടിയെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഒരു പണിയെല്ലാം എടുത്തിട്ട് ക്ഷീണമാകുമ്പോൾ എന്തായാലും കുടിക്കാതെ ഒരു രക്ഷയില്ലാന്ന് തോന്നിയിട്ടാണ് നമ്മൾ കുടിക്കാണ്ടിരിക്കുന്നത്. അപ്പോൾ അളിയനാട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇയാൾ നമ്മളെ പപ്പായ മുറിച്ച് വെക്കാണ്. ഞാൻ ഷോപ്പിൽ പോയിട്ട് വരുന്ന സമയത്ത് പപ്പായ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മെയിനായിട്ടുള്ള പാക്കറ്റ് ഞാൻ അതിൽ നിന്ന് എടുത്തു. അതെന്താണെന്ന് പറയൂ ഗൈസ്. പപ്പായ